ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ലോങ് വീഡിയോ ആണ് ചെയ്യുന്നത്. എൻ്റെ ഒരു വൺ ഓഫ് ദ മാനിഫെസ്റ്റേഷനാണ്. ഈ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ ഇതിനു വേണ്ടി ഒരുപാട് വീഡിയോ ഇങ്ങനെ 5-6 പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒരു വീഡിയോ പോലും കിട്ടിയിട്ടില്ല. സോ ഈ ഒരു വീഡിയോ എനിക്ക് കിട്ടണമെന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. സോ നമ്മൾ സാധാരണയായിട്ട് +2 എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഡിഗ്രി പഠിക്കാനായിട്ട് പോകുമല്ലോ. സോ ഇതേപോലെ തന്നെയാണ് ഞാനും ഒരു ഡിഗ്രിക്ക് ഒരു കോളേജിൽ പോയി. ഈ ഒരു കോളേജിലോട്ട് പോകുന്ന സമയത്ത് അവിടെ അഡ്മിഷൻ ക്ലോസ് ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും നടക്കില്ല. ഈ ഒരു അഡ്മിഷന് എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്, ഇന്ന കോളേജിൽ വേക്കൻസി ഉണ്ട്, ഇനിയിപ്പോൾ ഒന്ന് അന്വേഷിക്കാനായിട്ട്. അദ്ദേഹം പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോയത്. അപ്പോൾ അതിന് മുമ്പ് പിറ്റേ ദിവസം തന്നെ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് അഡ്മിഷൻ കിട്ടുമായിരിക്കും. അഡ്മിഷനൊക്കെ ക്ലോസായി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഇങ്ങനെ ബുദ്ധിമുട്ടിലോട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് വേറൊരു കോളേജിൽ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആയി. ഞാൻ അങ്ങനെ എന്ത് ചെയ്തു, അവിടെ ഡിഗ്രി പഠിച്ചു. ആ ഡിഗ്രി പഠിക്കാൻ അവിടെ പോയപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത്, ഞാനൊരു കോളേജിൽ പോയില്ലേ, ആ കോളേജിൻ്റെ പേര് എല്ലാവരും ഇങ്ങനെ പറയുന്നു. അതായത് അവിടെ എൻ്റെ ഒരു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, പിന്നെ സീനിയേഴ്സ് പറയുന്നുണ്ട്. അതിങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ ഒരു കോളേജിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അതും ഓക്കെ. അങ്ങനെ ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം PG പഠിച്ചു. PG പഠിക്കാൻ പോയപ്പോഴും അവിടെയും ഞാൻ കണ്ടത് ഇതേ കോളേജിൽ പഠിച്ച കുട്ടികൾ അവിടെ വരുന്നു. പിന്നെ അവിടെയും ഇങ്ങനെ പറയാൻ പോലെ ഒരുപാട് ആളുകൾ അവിടെ പഠിച്ചതും എല്ലാം ഇൻഫർമേഷൻസ് എല്ലാം ഇങ്ങനെ വരും കേൾക്കുന്നുണ്ട്. എൻ്റെ നെയ്ബേഴ്സ് ഒരുപാട് അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഏത് സമയം ഈ ഒരു കോളേജിൻ്റെ പേരിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ആ കോളേജിൽ പിന്നെ ഒരു കാലത്ത് എനിക്ക് പോകാനേ പറ്റിയിട്ടില്ല. വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ജോലിയാണല്ലോ. ജോലിക്ക് ഞാൻ ആദ്യമായിട്ട് ഒരു ടീച്ചിങ് ജോബിന് പോയ സമയത്ത്, ആദ്യമായിട്ടല്ല, എൻ്റെ 3ാമത്തെ കരിയർ ഷിഫ്റ്റാണ് ടീച്ചിങ് വരുന്നത്. ഈ ഒരു ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് പോയ സമയത്ത് അവിടെ ഞാൻ പോയി നിന്ന സമയത്തും ആദ്യം കേൾക്കുന്നത് ഈ ഒരു കോളേജിൻ്റെ പേരാണ്. അപ്പോൾ ഒരു വിധിയുടെ ഒരു അവസ്ഥയെ നോക്കിക്കോണം കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കും, അയ്യോ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കോളേജ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കേട്ടുകൊണ്ടേയിരിക്കുന്നത്? എന്തെങ്കിലും ഒരു ഇൻബിറ്റ്വീൻ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അവിടെ കാണുമായിരിക്കില്ലേ. സോ മനസ്സുകൊണ്ട് ആ കോളേജിൽ ഒരു കോഴ്സസ് തുടങ്ങാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് സന്തോഷിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പോകുന്ന കോളേജിൽ അത് കുറച്ച് ദൂരമാണ്, കൊല്ലത്താണ്. അപ്പോൾ അതിനേക്കാളും നല്ലത് അടുത്ത് പോകുന്നതിലെന്നൊക്കെ ആഗ്രഹിച്ചു. എന്നാൽ അത് കിട്ടിയൊന്നുമില്ല. ഓക്കെ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം, എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാനൊരു പേപ്പർ നോക്കിയപ്പോൾ ആ ന്യൂസ് പേപ്പറിനകത്തും ഇതേ കോളേജ് കിടക്കുന്നു. അതായത് ആ ഒരു വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഞാൻ ജോയിൻ ചെയ്ത കോളേജിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. മോളെ ഏതാണ്ട് 2 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. ആ സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇതുപോലെ ഇന്നതാണ്, ഇന്ന കോളേജിൽ വേക്കൻസി ഉണ്ട്, ഒരു റെസ്യൂം അയക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് എന്ത് ചെയ്തു, എൻ്റെ റെസ്യൂമെല്ലാം നോക്കിയെടുത്ത് റെസ്യൂമൊക്കെ അയച്ചു. റെസ്യൂമൊക്കെ അയച്ചതിന് ശേഷം അപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചു, ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഇനിയിപ്പോൾ ഒരു ജോലിക്കൊക്കെ പോയി വലിയ ബുദ്ധിമുട്ടല്ലേ, അവിടെ ഒരു മെറ്റേണിറ്റി ലീവിൽ നിന്നൊക്കെയാണ് കേൾക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല, കുറച്ച് ദിവസമെങ്കിലും എനിക്ക് പോകാമല്ലോ, എപ്പോഴും നിരന്തരമായിട്ട് കേൾക്കുന്ന ഒരു കോളേജല്ലേ എന്നുള്ള സന്തോഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ പ്രഗ്നൻസി ടൈമെല്ലാം കഴിഞ്ഞു, ഡെലിവറിയെല്ലാം കഴിഞ്ഞു. എനിക്കൊരു കോള് പോലും അവിടെ നിന്ന് വന്നില്ല. വീണ്ടും 1 വർഷം കഴിഞ്ഞതിന് ശേഷം എൻ്റെ മകൾക്ക് 1 വയസ്സ് കഴിഞ്ഞപ്പം, 1 വയസ്സും 1 മാസമായപ്പം എനിക്ക് അവിടെ നിന്നൊരു കോള് കിട്ടി. ആ കോള് വന്നത് വേണം വലിയൊരു എന്താ പറയുക, ഒരു യാത്രയായിരുന്നു. സാർ, അവിടുത്തെ പ്രിൻസിപ്പൽ സാറ്, ബഷീർ സാറ് ആ ഒരു റെസ്യൂം എടുത്തിട്ട് വിളിച്ചു. നോ, കിട്ടുന്നില്ല, കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ എന്ത് ചെയ്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ടീച്ചറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ഇന്ന കുട്ടിയെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ ഒന്ന് അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചർ എന്ത് ചെയ്തു, ടീച്ചറിൻ്റെ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു. ആ ഫാദർ എൻ്റെ ഫാദറിൻ്റെ പറഞ്ഞു. എൻ്റെ ഫാദർ എന്നെ വിളിച്ചു, ഫോൺ കിട്ടിയില്ല. എൻ്റെ സിസ്റ്ററിനോട് കൂടി പറഞ്ഞു, എന്നെ വിളിച്ചു, ഫോൺ കിട്ടിയില്ല. പിന്നെ എൻ്റെ സിസ്റ്റർ ഹസ്ബൻഡിനോട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡാണ് പിന്നെ എന്നോട് പറയുന്നത്, ഇതുപോലെ ഇന്നതാണ്, ഇന്ന കോളേജിൽ നിന്ന് നിന്നെ വിളിച്ചു എന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അയ്യോ, ഞാൻ വർഷങ്ങളായിട്ട് ആ കോളേജിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ കോളേജിൽ ഒരു ദിവസം വന്നു. സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല, ലിറ്ററലി എന്നെ ഭയങ്കരമായിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കരമായിട്ട് എന്നെ നമ്മളെ നമ്മുടെ നെഞ്ചിനകത്ത് കയറുമെന്ന് പറയില്ല, അതുപോലത്തെ ഭയങ്കര കാമായിട്ടുള്ളൊരു പ്ലേസ്. എനിക്ക് ഭയങ്കര എനിക്ക് തോന്നുന്നൊരു ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പുള്ളൊരു സമയമാണ് ഞാനിവിടെ പോകുന്നത്. അങ്ങനെ പ്രിൻസിപ്പൽ സാറിനെ കണ്ടു. അങ്ങനെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ HOD അവിടെ ഉണ്ടായിരുന്നു. സാറോട് ടീച്ചറുമായിട്ടൊക്കെ സംസാരിച്ചു.
അതിനുശേഷം ഞാൻ പിന്നെ അടുത്ത ആഴ്ച പോയി ജോയിൻ ചെയ്തു. സത്യം പറഞ്ഞാൽ ഈ ഒരു ജോലി കിട്ടുന്നതിന് മുമ്പ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ബുക്സിനെയും കൊണ്ട് ഞാൻ വിറ്റു. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ബുക്സ് ഇരുന്നിട്ടും ആരും എനിക്ക് ജോലിയും വിളിച്ച് തരുന്നില്ല, എനിക്കൊരു ഇതുമില്ല, പ്രോഗ്രസ്സും ഇല്ല. പിന്നെ എന്തിനാന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി വിറ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം സംഭവങ്ങൾ നടക്കുന്നത്. ഓക്കെ, എന്തായാലും കിട്ടിയ ജോലിയല്ലേന്ന് പറഞ്ഞു ഞാൻ വളരെ സന്തോഷമായി ഞാൻ എന്ത് ചെയ്തു, പോയി ജോയിൻ ചെയ്തു. അങ്ങനെ ഞാൻ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ അന്ന് ആ പ്രിൻസിപ്പിള് എന്നെ വിളിച്ചു, എനിക്കൊരു ജോലി തന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു റെസ്പെക്ട്ഫുൾ. സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, നന്മയുള്ളവരെ ഇവിടെ. ആ ഒരു വാക്ക് തന്നെയാണ് എൻ്റെ കുറേ നാൾ അവിടെ എന്നെ നിലനിർത്തിയത്. പക്ഷെ ആ നന്മയ്ക്ക് എന്തോ ഒരു കോട്ടം തട്ടും പോലെ എനിക്കെപ്പോഴും തോന്നിയ സമയത്ത് പിന്നെ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇറങ്ങണം എന്നുള്ളൊരു ഇമോഷൻ എനിക്ക് വന്നു തുടങ്ങി. അങ്ങനെ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ക്യാമ്പസിൽ ഞാനില്ല. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവിങ് അല്ലെങ്കിൽ ഒരു മനസ്സിൻ്റെ ശക്തി കൊണ്ട് അട്രാക്റ്റ് ചെയ്ത ഒരു ക്യാമ്പസിനെ നമ്മൾ എന്താണ് അങ്ങ് വിട്ട് കളയുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ, സ്റ്റിൽ എനിക്ക് വിഷമമുണ്ട്. എന്നാൽ അത് എനിക്കതിനുള്ള സമയം ഓവറായി എന്നെനിക്ക് തോന്നി തുടങ്ങിയ സമയത്താണ് ഞാൻ ആ ഒരു തീരുമാനം എടുത്തത്. കാരണം മനസ്സിൻ്റെ ശക്തി കൊണ്ട് എത്ര വർഷം കഴിഞ്ഞാലും ഒരു കാര്യത്തിനെ അട്രാക്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആ ഒരു മാനിഫെസ്റ്റേഷനാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഞാൻ ഇതുവരെയും ആ ഒരു കോളേജ് ഏതാണെന്നോ ഒന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ആ ഒരു കോളേജ് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള നാഷണൽ കോളേജാണ്. സോ ഒരുപാട് കുട്ടികളോട് പഠിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിപ്പം എനിക്ക് മനസ്സിലായ കാര്യം, ഒരു സ്റ്റുഡൻ്റായിട്ട് ഞാൻ അവിടെ പഠിക്കാൻ പോയിരുന്നെങ്കിൽ ഒരിക്കലും ആ ഒരു കോളേജിനകത്ത് ഞാൻ ഒരിക്കലും ജോലിക്ക് പോകത്തില്ലായിരുന്നു. എന്നാൽ ആ ഒരു ജോലി അല്ലെങ്കിൽ ആ ഒരു ജോലിക്ക് പകരം എന്തായിരിക്കും, ഒരിക്കലും ഞാൻ ആ ജോലിക്ക് പോകത്തില്ല. അതേസമയം അവിടെ സ്റ്റുഡൻറ്റ് എന്നുള്ള റോളിൽ എന്നെ അവിടെ എൻ്റർ ചെയ്യിപ്പിച്ചിട്ട് വർഷങ്ങളോളം എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ അത് കിട്ടുമോ കിട്ടില്ലയോ ഒന്നൊന്നും എൻ്റെ മനസ്സിനകത്തൊരുത്തില്ല. ഞാൻ വിശ്വസിച്ചിട്ടാണ്, എനിക്കത് കോളേജ് ഇഷ്ടമായിരുന്നു. അത് മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു കോളേജ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒന്ന് നോക്കിക്കേ, ആരുടെയൊക്കെയോ ഒരു ചലനങ്ങൾ കൊണ്ട് ഒരുപാട് ആൾക്കാർ, അതായത് അന്ന് ആ ഒരു ടീച്ചറിൻ്റെ ഫാദറിനോടോ അല്ലെങ്കിൽ എൻ്റെ ഫാദർ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറോ എവിടെയെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ വന്നിരുന്നെങ്കിൽ പോലും ഒരിക്കലും ഞാൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പം ആ രണ്ട് ഫാദർമാർ, അതായത് ആ ടീച്ചറിൻ്റെ ഫാദറാണെങ്കിൽ എൻ്റെ ഫാദറാണെങ്കിലും ജീവിച്ചിരിപ്പില്ല. സോ അവർക്കെല്ലാവർക്കും ആത്മശാന്തി കൊടുക്കട്ടെ, അല്ലെങ്കിൽ അവരുടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കട്ടെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം ഞാൻ ഒരിക്കലും വന്ന വഴികൾ മറക്കാറില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ മോസ്റ്റ് ബ്യൂട്ടിഫുള്ളായിട്ട് ഇത്രയും എൻ്റെ നല്ലൊരു എന്താ പറയുക ഒരു യാത്ര തന്നെയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് പഠിച്ചു. സത്യം പറഞ്ഞാൽ ലിറ്ററലി എൻ്റെ ലൈഫിനകത്ത് ഇന്ന് ഞാൻ നിൽക്കുന്ന ഒരു പൊസിഷനിലോട്ട് എത്താനായിട്ട് ആ ഒരു ക്യാമ്പസിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വെറും ഒരു ക്യാമ്പസ് അല്ല, സത്യം പറഞ്ഞാൽ അവിടെ നമുക്ക് പഠിക്കാൻ പറ്റാത്തൊരു ക്യാമ്പസിനകത്ത് നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹം കൊണ്ട് നമ്മളവിടെ ജോലിക്ക് എത്തുക എന്ന് പറയുമ്പം അത് വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ അത്രത്തോളം വിശ്വസിക്കുക. ഞാൻ ഓരോരുത്തരോടും പറയുന്നത് കാരണം നമുക്ക് കിട്ടുന്ന ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ കാണിക്കുന്ന സാറ്റിസ്ഫാക്ഷൻസ് ഇമ്പോർട്ടൻറ്റ്. സോ നമ്മളൊരു കാര്യം, ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ പറയുന്നത് പോലെ എനിക്ക് വളരെയധികം ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ക്യാമ്പസ്, ഒരുപാട് നല്ല ഫ്രണ്ട്സ് എനിക്കുണ്ട്. സോ ഇപ്പോഴും അവരുമായിട്ട് നല്ല രീതിക്കുള്ള കമ്മ്യൂണിക്കേഷനുണ്ട്. പിന്നെ നല്ല ഒരുപാട് കുട്ടികളുണ്ട്. സോ ഒരുപാട് നല്ല കുട്ടികൾ അവിടെയുണ്ട്. നല്ല ഒരു എന്താ പറയുക, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൻ്റെ ഒരു മെമ്മറബിൾ എന്ന് തന്നെ പറയാം. എൻ്റെ ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഫാക്കൽറ്റീസ് ആണെങ്കിലും അവിടെയുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ മാനിഫെസ്റ്റേഷൻ ജേർണിയിൽ ഞാൻ എന്തൊക്കെയാണോ വിഷ് ലിസ്റ്റിൽ എഴുതുന്നത് അതെല്ലാം എനിക്കിങ്ങനെ എത്തിക്കൊണ്ടേയിരുന്നു. സത്യം പറഞ്ഞത് ഞാൻ ഇതിനു മുമ്പ് കുറേ എൻ്റെ മാനിഫെസ്റ്റേഷൻ്റെ കുറേ വിഷ് ലിസ്റ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും പോയി കാണുക. സത്യം പറഞ്ഞാൽ ഒരിക്കലും ഞാൻ മറക്കാത്ത ഒരു ക്യാമ്പസ് തന്നെയാണ്. അതുകൊണ്ട് അവിടെ പഠിക്കുന്ന ഓരോ കുട്ടികളോട് ഞാൻ പറഞ്ഞു, സോ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമ്പസാണ്. എന്നാൽ അത് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ചില കുട്ടികൾ വിളിച്ച് പറയാറുണ്ട്, ഞാനൊരു ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ഒരു ടെറർ ടീച്ചർ തന്നെയായിരുന്നു. ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു ഫ്രണ്ട്ലി ടീച്ചറൊന്നും
പക്ഷെ വർഷങ്ങൾക്ക് ശേഷം പറയാറുണ്ട് ടീച്ചർ എന്ന് പറയുന്നതൊക്കെ എന്തൊക്കെ ശരിയാണ്. അത് വർഷങ്ങൾക്ക് ശേഷം റിയലൈസ് ചെയ്യുന്നത് തന്നെ ഓരോ കോള് വരുന്ന സമയത്തും എന്നെ ഒരുപാട് ഓർക്കുന്നു എന്ന് അറിയുമ്പോഴും എനിക്ക് വളരെയധികം സന്തോഷം. കുറേ നാൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു 2013 പഠിപ്പിച്ചൊരു കുട്ടി എൻ്റെ ഫേസ്ബുക്കിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മൈ ഫേവറേറ്റ് ടീച്ചർ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആ ക്വസ്റ്റിനെ ഞാൻ എന്തുമാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മാത്രമേ അറിയാവൂ. ആ കുട്ടി പക്ഷെ നല്ല പ്രോഗ്രസ് ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പം കുറേ പേര് എന്നോട് ആ ഒരു ഇഷ്ടം പറയാതിരുന്നിട്ടുണ്ടായിരുന്നു, കുറേ പേര് ദേഷ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തായാലും എൻ്റെ ഒരു ഫേവറേറ്റ് ക്യാമ്പസ് തന്നെയാണ്. സോ നിങ്ങൾക്കും ഇതുപോലെയുള്ള മാനിഫെസ്റ്റേഷൻസ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ തിരിച്ച് റിയലൈസ് ചെയ്ത് സത്യം പറഞ്ഞാൽ ഈ ഒരു കണക്ഷനൊക്കെ ഞാൻ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ജേർണി തുടങ്ങിയതിന് ശേഷമാണ് ഈ കണക്ഷൻസൊക്കെ ഞാൻ ഓർത്തെടുക്കുന്നതും കണക്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് രസകരമായിട്ടുള്ള എൻ്റെ മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്. ഇതിപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ജോലി മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഇനിയുണ്ട് എൻ്റെ പാർട്ട്ണറും ആയിട്ടുള്ളൊരു ഇത് വരുന്നുണ്ട്. അതൊരിക്കലും ലവ് മാരേജ് ഒന്നുമല്ല, പക്ഷെ അതിനെ അട്രാക്റ്റ് ചെയ്ത് ഇതുപോലെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് തന്നെയാണ് അട്രാക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ബൈ.